അതുകൊണ്ട് ഈ പെരുന്നാളിന്റെ ശക്തി അത് നിസ്സാരമല്ല. എന്തുകൊണ്ടാണ് ആരും നിർബന്ധിക്കാഞ്ഞിട്ട് പോലും ഓരോ വർഷവും ഇത് ആചരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യാശ അത്രമേൽ വലുതാണ്. രണ്ടാമത് ചരിത്രം പറയുന്നു, കന്യകമാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലം, ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്ന കാലം, അവർ രാജാവിൽ നിന്ന് രക്ഷ നേടാൻ ദൈവത്തിൽ അഭയം തേടി. അതിൻ്റെ പരിപൂർത്തിക്കായി അവർ നോമ്പാചരിച്ചു. അതിൻ്റെ പേര് 8 നോമ്പ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളിപ്പോൾ ആചരിക്കുന്ന ഈ നോമ്പ് അത് ഫലദായകമാണ്, നിന്നയെ എടുത്തു മാറ്റുന്നതാണ്, പ്രത്യാശയില്ലാത്തിടത്ത് പ്രത്യാശ നിറയ്ക്കുന്നതാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ ലോകത്ത് ഒരു പ്രാർത്ഥനാ വിഷയം പോലും ഇല്ലാത്ത ആരുമില്ല. ഉണ്ടോ? ഇവിടെ വന്നിരിക്കുന്ന ഹൃദയത്തിൽ ഒരു പ്രാർത്ഥനാ വിഷയം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അത് കൈവയ്ക്കുക. നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആഗ്രഹിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 8 നോമ്പ് ഏതു മേഖലയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുറക്കുന്നത് അത് ദൈവം നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഹൃദയത്തിൽ ഉറക്കണം. ദൈവമാതാവിന് ദൈവസന്നിധിയിലുള്ള അതുല്യമായ സ്ഥാനം സഭാപിതാക്കന്മാർ ആവർത്തിച്ചു പറഞ്ഞുറപ്പിക്കുന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ 100 മടങ്ങ് 100 ടൈംസ് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ഈ കൃപ വാങ്ങിച്ചു തരാൻ ശക്തയാണ് കന്യകമറിയം. അതുകൊണ്ട് തന്നെ പിതാക്കന്മാർ അമ്മയോടുള്ള മധ്യസ്ഥതയെ ഏറ്റവും ഔന്നത്യമായിട്ട് കാണാറുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ കനാവിലെ കല്യാണം മുതൽ ഇങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്ര ഇടങ്ങളിലാണ് അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ബലം നൽകുന്നത്. അത് ആ നിലയിൽ തന്നെ ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇന്നത്തെ ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന വിഷയം സമാധാനം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇല്ലാത്തതായ ഒരു സാധനവും സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന് പറയുന്നത് മനുഷ്യനെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരിക്കല് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ മൽപ്പിടുത്തം 2 കാര്യത്തിലാണ്. ഒന്നാമത്തെ കാര്യം എന്നതാ, മൊബൈലിൽ നിന്നവരെ രക്ഷിക്കാൻ. രണ്ടാമത്തെ വിഷയം പരാതി, കുഞ്ഞുങ്ങളൊന്നും ശബ്ദമില്ലല്ലോ. ഞാൻ ഈ ഇടവകയിലോട്ട് വരിക, ഉദ്യോഗമൊക്കെ നല്ല രസമായിരിക്കും. ഒരു ശബ്ദവും ഇല്ല. ഒന്നും കഴിക്കണില്ല, അതല്ലേ പരാതി. ഈ 2 വിഷയങ്ങളാണ്. ഞാൻ ഈ ഏതാണ്ട് 5 ദിവസമായി ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ പിള്ളേരൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. ഈ അച്ഛനാണ് ഒരു നിമിഷം പോലും എന്നെ കഴിപ്പിക്കാതിരിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊരു പകുതി ഏറിലാണ് നിൽക്കുന്ന ആരോഗ്യം. അപ്പൊ കഴിക്കുന്നില്ല. ഒരു ദിവസം ഇതുപോലെ മിടുക്കനായൊരു കൊച്ചിനെ ഇങ്ങനെ ഒക്കത്തെടുത്തിട്ട് അമ്മ മേശയിൽ എല്ലാം ഇരിപ്പുണ്ട്. ചിക്കൻ ഇരിപ്പുണ്ട്, മട്ടൺ ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ഇന്നലെ വൈകിട്ട് ഡിന്നർ കഴിക്കാൻ ചെന്നതുപോലെ ചിക്കൻ്റെ മന്തിയുണ്ട്, മട്ടൻ്റെ മന്തിയുണ്ട്, ബീഫിൻ്റെ മന്തിയുണ്ട്, ഏതാണ്ടൊക്കെ അങ്ങനെ വേഷം മുഴുവൻ നിറച്ചിരിക്കുക. അപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു, നോമ്പായല്ലേ. അപ്പോൾ ഇന്നലെ അപ്പോൾ ഈ മേശ മത്തെല്ലാം ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അപ്പോൾ ഈ കൊച്ചിനെ അമ്മ ഇങ്ങനെ കയ്യിലെടുത്ത് തോളത്ത് പിടിച്ചിട്ട്, മോന് വേണ്ടത് എന്നതാ, ചിക്കൻ വേണോ, മട്ടൺ വേണോ, മീൻ വേണോ എന്ന് ചോദിക്കുന്നത്. ചിക്കൻ വേണോ, മട്ടൺ വേണോ. അന്നേരം അവൻ്റെ മറുപടിയാണ്, എനിക്കിതൊന്നും വേണ്ട, ഇച്ചിരി മനസമാധാനം തന്നാൽ മതി. എനിക്കിതൊന്നും വേണ്ട, പിന്നെ ഇച്ചിരി മനസ്സമാധാനം തന്നാൽ. എവ്രി വൺ ഓഫ് us ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം.
സമാധാനത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സമാധാന ആശംസ കിട്ടുന്ന സ്ഥലമാണ് എവിടെ? ദേവാലയത്തിൽ. അച്ഛൻ എപ്പോൾ പുറകോട്ട് തിരിഞ്ഞാലും പറയും, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പണ്ടൊരു പള്ളിയിൽ കുർബാന നടക്കുക, ഏവങ്കേലിയോന് വേണ്ടി അച്ഛൻ പുറകോട്ട് തിരിഞ്ഞു വന്നു. പുറകോട്ട് തിരിഞ്ഞു വന്ന് ഇപ്പോൾ മൈക്ക് നമുക്കറിയാം പലപ്പോഴും പല രീതിയിലാണ് ആയിരിക്കുന്നത്. അങ്ങനെ ഈ മൈക്ക് അച്ഛൻ ഇങ്ങനെ വായുടെ അടുത്ത് വെച്ച് എൻ്റെ ഏവങ്കേലിയോൻ ആദ്യം പറഞ്ഞ ശ്ലോമോ ലപ്പിൽ കൂൻ. അതിൻ്റെ മലയാളം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ പലപ്പോഴും അച്ഛൻ പറയുന്നത് എന്നാണെന്ന് പോലും ശ്രദ്ധിക്കാതെയാണ് പ്രതിവചനം പറയുന്നത്. അപ്പം ഈ അച്ഛൻ ഈ ചുണ്ടിങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് കരണ്ട് അടിച്ചു. ചുണ്ട് ഇതിലേക്ക് തൊട്ടപ്പോൾ പെട്ടെന്ന് എന്തോ എർത്തിങ്ങിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഹോ എന്തൊരു കിരികിരിപ്പാടോ, ആളുകൾ നാളെ ഒന്നും നോക്കിയില്ല. അച്ഛൻ പറഞ്ഞല്ലോ, അവിടുത്തെ ആത്മാവിനും എന്നതാ കിരികിരിപ്പ്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സമാധാനം. ഈ സമാധാനം ആഗ്രഹിക്കുമ്പോൾ അതെങ്ങനെയാണ് ലഭിക്കുക? അതിന് ആവശ്യമായിരിക്കുന്ന ഒന്ന്, നമ്മളെ സാന്ത്വനപ്പെടുത്താൻ ഒരാൾ വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാമത്തെ വാക്യം ഹൃദയത്തിൽ കുറിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 8 നോമ്പ് ധ്യാനത്തിൽ മുഴുവൻ ഈ ധ്യാനത്തിനെ ആരാധനമാക്കിയുള്ള വിവിധ ചിന്തകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. യെശയ്യാവ് 66:13. വേദപുസ്തകമുള്ള ആരെങ്കിലും ഒന്ന് വായിച്ചാൽ കേൾക്കാൻ. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 66:13 2-ാം ഭാഗം. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കും, പിന്നെ മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇളയ മകളോട് പറയും, അപ്പയുടെ കൂടെ പോയി കിടന്നുറങ്ങിക്കൂ. അവൾ പറയും വേണ്ട. പാട്ട് വെച്ച് നോക്കിയാൽ എൻ്റെ പാട്ടാ മെച്ചം. പക്ഷെ അവൾ ഉറങ്ങണമെങ്കിൽ ആര് പാടണം? അമ്മ പാടണം. അമ്മയുടെ സാന്ത്വനത്തിനൊരു പ്രത്യേക സുഖം ഇല്ലേ? രാത്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഭാര്യയും ഭർത്താവും കിടക്കുന്നു, കൊച്ചു കിടക്കുന്നു. കൊച്ച് വലിയ വായിൽ നിലവിളിച്ച് അലറുമ്പോൾ ഭർത്താവ്, ഞാൻ ഉൾപ്പെടുന്ന പ്രതികൾ എന്ത് ചെയ്യും? ഇപ്പുറത്തോട്ട് തിരിയും. അമ്മയ്ക്ക് ഉറങ്ങാനൊക്കെ ചിലരൊക്കെ പറയുന്നത് ഞങ്ങൾ നല്ല ഭംഗിയായിട്ട് ഉറങ്ങുമെന്നുള്ളതാണ്. പണ്ടൊരു ദിവസം ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഉറങ്ങിക്കിടക്കുന്നതിടയ്ക്ക് കുഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഭർത്താവ് ഭാര്യയെ ചാടി എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് കുറച്ചു നേരം ആട്ടിയിട്ട് ഇത് ഉറങ്ങുന്നില്ല. അപ്പോൾ ഭർത്താവിനെ കുലുക്കി വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ രണ്ടുപേരുടെയും കൂടെ അല്ലേ ഇത്, അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ ആട്ടി, ഇനി നിങ്ങൾ ആട്ടാം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമ്മുടെ രണ്ടുപേരുടേതുമാണല്ലോ, അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ആട്ടിക്കോളാം, നീ അപ്പുറത്തെ സൈഡിൽ ആട്ടിക്കോളാം പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് പുള്ളി ഇതിങ്ങനെ കയ്യെ പിടിച്ചെടുത്ത് നമ്മൾ ഉറങ്ങാൻ തുടങ്ങി. എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ഈ സാന്ത്വനം എന്ന് പറയുന്നത് അമ്മയിൽ നിന്നുണ്ടാകുന്ന ഒന്ന്. അതിനാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം പകരുന്ന കാര്യം. അതുകൊണ്ട് ഈ വാക്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി അത് മാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അന്വേഷണമാണ് ജീവിതത്തിലേക്ക് വരുന്ന ആദ്യ പാദത്തിൽ 9 മാസം സസുഖം വാണ ആ ഇടത്തെക്കുറിച്ചുള്ള ഓർമ്മ. 9 മാസം അമ്മയുടെ ഉദരത്തിൽ ഒരല്ലലുമില്ലാതെ ജീവിച്ച 9 മാസത്തിൻ്റെ ഓർമ്മ. അതുകൊണ്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ അതിനുവേണ്ടിയുള്ള അന്വേഷണം എന്നാണ് പറയുന്നത്. അങ്ങനെ അന്വേഷണമാണെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു സുഖം, അമ്മയുടെ ഉദരത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സന്തോഷം, ആ ഒരു
എക്സ്റ്റൻഷൻ ഓഫ് എ മദേഴ്സ് വൂംബ്. ഒരമ്മയുടെ ഉദരത്തിന്റെ വികസിത രൂപമാണ് ദൈവാലയം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു വാക്ക് മാത്രം അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ട് പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണ് ദൈവാലയം അമ്മയുടെ ഉദരത്തിന്റെ വിശാല രൂപമാണെന്ന് പറയുന്നത്? ഗോത്രപിതാവായ യാക്കോബ്, അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ യാക്കോബിൽ നിർത്തി നമ്മൾ. യാക്കോബ് യേശാവുമായിട്ട് ആടിയായിരുന്നു. ഈ മോൻ കഴിഞ്ഞ ദിവസം ഒരു ഉപമ പറഞ്ഞു. കഴിഞ്ഞ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ കേട്ടോ. യാക്കോബ് യേശാവുമായിട്ട് വലിയ യുദ്ധം. അത് കഴിഞ്ഞിട്ട് ദൂരദേശത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ യാബൂക്ക് നദീതീരത്ത് വെച്ച് ദൈവദൂതനുമായിട്ടൊരു മൽപ്പിടുത്തമുണ്ട്. വായിച്ചിട്ടുണ്ടോ ദിവസത്തിൽ? ഇല്ല. അങ്ങനെയാണ് എന്നാ പേര് കിട്ടിയത്? യെസ്, വെരി ഗുഡ്. ഇസ്രായേൽ എന്ന പേര് കിട്ടിയത്. ഇസ്രായേൽ എന്ന പേര് അവന് കിട്ടിയപ്പോ ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് യാക്കോബാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം പിടിക്കുമ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞേ? എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച രാവിലെ ദേവാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് സൺഡേ സ്കൂൾ ഉള്ളത് കൊണ്ട് പോയേക്കാം എന്നുള്ളതല്ല, ഇന്നെന്നെ കണ്ടില്ലെങ്കിൽ അച്ഛൻ എന്നാ പറയും എന്നുള്ളത് ഓർത്തല്ല ദൈവാലയത്തിലേക്ക് പോകേണ്ടത്. ഇന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കണമെന്നുള്ള ചിന്തയിലല്ല പോകേണ്ടത്. മറിച്ച് എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന നിർബന്ധത്തിലും. ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ പള്ളികളിലൊക്കെ ഒരു കുഴപ്പം, അനുഗ്രഹത്തെക്കാൾ ആവശ്യം അംഗീകാരമാണ്. നമ്മുടെ മൽപ്പിടുത്തം മുഴുവൻ അച്ഛനോടാണ്. എന്നെ അംഗീകരിക്കാതെ അച്ഛനെ ഞാൻ വിടുകയില്ല. എന്നെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ വിടുക. നീ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകട്ടോ. ഒരു മഴയുള്ള ദിവസം, നാട്ടിലെ പശ്ചാത്തലത്തിലുള്ളൊരു സംഭവമാണ്. ഒരു മഴയുള്ള ദിവസം, ഇന്നിപ്പോൾ നാട്ടിൽ വിളിച്ചാൽ എല്ലാവർക്കും അറിയാം ഭയങ്കര മഴയാണ്. മഴയുള്ള ദിവസം ഈ വീട്ടിലെ 3 മക്കളാണ്. അതിൽ ഇളയവൻ വളരെ കുസൃതിയുള്ളൊരു പയ്യനാണ്. അവന് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോയവരൊക്കെ അറിയാം, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ നമുക്കറിയാം വലിയ ബാഗൊക്കെയാണ് പോകുന്നത്. പക്ഷേ പണ്ടത്തെ നമ്മുടെയൊക്കെ പോക്കെന്ന് പറഞ്ഞാൽ എത്രയും ലഗേജ് കുറയ്ക്കാവോ അത്രയും ലഗേജ് കുറച്ചേ പോകുള്ളൂ. കോളേജിലൊക്കെ പോകുമ്പോൾ പരമാവധി ഒറ്റ ബുക്കാണ്. അത് തന്നെ കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളായ പെൺപിള്ളേരുണ്ട്, അവരുടെ കൊടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് സാധാരണ. അങ്ങനെ ഈ വീട്ടിൽ ഈ 3 പയ്യനും ഇനി ഇളയവൻ ഭയങ്കര കുസൃതിയാണ്. അതുകൊണ്ട് അവൻ പരമാവധി ലഗേജ് കുറച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ്. മഴയുള്ള ദിവസം, ഈ തുലാമാസത്തിലെ ഒക്ടോബർ മാസത്തിൽ നമുക്കറിയാം മഴ വൈകുന്നേരം വരുള്ളൂ. അപ്പം ആ സമയമാണ് ഒക്ടോബർ മാസത്തിൽ വരുന്നത്. അപ്പൊ ഒക്ടോബർ മാസത്തിലെ ഈ മഴയുള്ള ദിവസം ഈ പയ്യൻ സ്കൂളിലേക്ക് പോയപ്പോൾ അപ്പം പറഞ്ഞു, എടാ ഉച്ച കഴിഞ്ഞ് മഴ പെയ്യും കൊടുത്തു. വേണ്ടപ്പാ എന്ന് പറഞ്ഞ ഒരൊറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ഓടി സ്കൂളിൽ ചെന്നു. ഉച്ച വരെ നല്ല കത്തിക്കാളുന്ന വെയില്. ഉച്ച കഴിഞ്ഞപ്പം ചതച്ച് കുത്തി മഴ. ഞാൻ ആ പറഞ്ഞ പ്രയോഗം കോട്ടയത്തുള്ള പ്രയോഗ, ആ വാക്കിന് കുഴപ്പമൊന്നുമുള്ളതല്ലോ അല്ലേ. ചതച്ച് കുത്തി മഴയാണ്, ഭയങ്കര മഴ, അതാർത്ഥം, ഭയങ്കര മഴ. അങ്ങനെ മഴ പെയ്യുന്ന ആകെ അങ്ങ് കുഴഞ്ഞിരിക്കുക. അങ്ങനെ കുഴഞ്ഞ് ഇവൻ
ഇവൻ കുറച്ചു നേരമൊക്കെ നോക്കിയിരുന്നു. സ്കൂൾ ബസ്സൊന്നും ഇല്ല, തിരിച്ച് നടന്നാൽ അധികം ദൂരമൊന്നുമില്ല. അപ്പൊ അധികം ദൂരമൊന്നും ഇല്ലാത്തടത്ത് തിരിച്ച് ഓടിച്ചെന്നാ മതി. ഇവൻ ഇങ്ങനെ നോക്കിയപ്പോ മഴയ്ക്കൊരു ശമനവുമില്ല. പിന്നെ പുള്ളി നോക്കിയിട്ട് കണ്ട മാർഗം മഴയ്ക്ക് ഇച്ചിരി കുറവ് വന്നപ്പോ ഒറ്റ ഓട്ടം ഓടിയപ്പോ മഴയ്ക്കിടക്കൂടെ ഓടി എന്നെ പറ്റി മുഴുവൻ നനഞ്ഞു. ഓ ഇസ് ബാക്ക് എവറിത്തിങ്. അബ്ദുള്ള ഡ്രസ്സ്, പുള്ളിയുടെ സോക്സ്, ഷൂ എല്ലാം നനഞ്ഞു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ അമ്മയുടെ നോട്ടം എങ്ങനെയാ, അപ്പന്റെ നോട്ടം എങ്ങനെയാ? അപ്പൻ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിരിക്കുക. അപ്പോഴാണ് ഇവൻ വരുന്നത്. വന്ന് കയറിയപ്പോഴേ പറഞ്ഞു, നിന്നോട് പറഞ്ഞതല്ലേ കൊട മഴ പെയ്യുന്നു. അവനത് ശ്രദ്ധിക്കാതെ അകത്തോട്ട് കയറിയപ്പോ 3 മക്കളാ. മൂത്തവനാണ്. അവൻ വന്നു, നനഞ്ഞ് വരുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് പെങ്ങൾ വരുന്നത്, മൂത്തത്. ഈ പെങ്ങന്മാരുടെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്നേരേ ഞാൻ പറഞ്ഞത് അവിടെ എപ്പോഴാണ്? അന്നേരേ ഞാൻ പറഞ്ഞത്. അത് കഴിയുമ്പോ അവൻ അതോടെ ശ്രദ്ധിച്ചില്ല. അകത്തോട്ട് കയറി ചെന്നപ്പോ അമ്മ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നല്ല ചൂടുള്ള ഏത്തയ്ക്കാപ്പം, ബനാന ഫ്രൈ. അങ്ങനെ ഈ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ചെറുക്കം വരുന്നത് കണ്ട് നനഞ്ഞു കുഴഞ്ഞു. ആദ്യം ഒന്ന് രൂക്ഷമായിട്ട് നോക്കി, എന്നിട്ട് ഓടിച്ചെന്ന് സാരി എടുത്തിരിക്കുന്ന സാരിയുടെ കൊത്തലെടുത്ത് ഇങ്ങനെ മോൻ്റെ തല തോർത്തി ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചു വന്നപ്പോൾ മാത്രമാണോ ഈ നശിച്ച മഴയ്ക്ക് വരാൻ തോന്നി? എൻ്റെ കൊച്ച് വന്നപ്പോൾ മാത്രമാണ് ഈ നശിച്ച മഴയ്ക്ക്. അമ്മയുടെ സ്നേഹത്തിനൊരു പ്രത്യേകതയല്ലേ, കുറ്റപ്പെടുത്തത്തില്ല. ചിലരൊക്കെ നോക്കുന്നുണ്ട്, ഇത് ഏതമ്മയാ അച്ഛാ, ഞങ്ങളുടേതിന് അങ്ങനത്തെ ഒരു ഗുണോ ഇല്ല. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത ഏതാണ്? കുറ്റം. അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ, ദൈവം തന്നൊരു പ്രയോഗം കേട്ടോ. അത് പ്രത്യേകിച്ച് നമ്മൾ യെശയ്യാ പ്രവചനത്തിന്റെ പ്രത്യേകത, അത് വേദപുസ്തകത്തിന്റെ ഒരു സംക്ഷിപ്തമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ട്രിക്റ്റോ ഐശയ 3-ാം ഭാഗം, അത് ബാബിലോൺ പ്രവാസത്തിന് ശേഷം അവരിങ്ങനെ ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട് അങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവർ ക്രമീകരിച്ച് അവരെ ബലപ്പെടുത്തി വാക്ക് പറഞ്ഞു 8:20 8:30 ചോറുണ്ടാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇന്ന് അമ്മയിലേക്ക് നമ്മൾ പോകുമ്പോൾ 12-ാം നൂറ്റാണ്ടിൽ തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ മനോഹരമായ ഒരു ഉദ്ധരണിയാണ് കേട്ടോ, ഒരു കൊട്ടേഷനാണ്. തിന്മയുടെ ലോകത്തിൽ നീന്തി തുടിക്കുന്ന മനുഷ്യന് ഒരു പ്രത്യാശയുടെ ലൈറ്റ് ഹൗസ് പോലെയാണ് കന്യാകുമാരിയാം. ലൈറ്റ് ഹൗസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ട്. കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് പണ്ട് കാലത്ത് ദിശ ഏതെന്നറിയാതെ ഇങ്ങനെ ഉഴലുമ്പോൾ ദിശയെക്കുറിച്ച് ബോധ്യം നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ്, പ്രത്യാശ നൽകുന്ന സ്രോതസ്സാണ് ലൈറ്റ് ഹൗസ്. അപ്പൊ ഈ ലൈറ്റ് ഹൗസ് പോലെയാണ് കന്യാകുമാരി. അതുകൊണ്ട് അമ്മയുടെ പിന്നാലെ യാത്ര ചെയ്യാനൊക്കെ സഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അമ്മയുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, 8 നോമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ വർജിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പാടിയതുപോലെ കൃപയുടെ അനുഭവം കിട്ടിയില്ലെങ്കിൽ ഈ നോമ്പാചരണം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് കൃപയിലേക്ക് യാത്ര ചെയ്യാനുള്ള 1-ാമത്തെ പടി ഇന്ന് നമുക്ക് ഒന്ന് ധ്യാനിച്ച് വേഗത്തിൽ അച്ഛനെ നോക്കുന്നുണ്ട്. കൃത്യം 8:30 നമുക്ക് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം
14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യം. ആ കാലത്ത് ഈ വായിക്കേണ്ട, നമ്മുടെ സമയം ഒത്തിരി പോകുന്നു. ഒരു സഹോദരൻ എനിക്ക് വെള്ളം കൊണ്ട് തന്നായിരുന്നു, വിനയം കൊണ്ടത് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ വേണം. ഈ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം ഈ സത്യത്തില് നമ്മൾ പാരമ്പര്യമായി ക്രിസ്തീയ വിശ്വാസത്തിൽ തലമുറകളായിട്ടുള്ളവർ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ധ്യാനിക്കാൻ പറ്റിയ സുവിശേഷ എഴുത്താണ് മത്തായിയുടെ ശ്ലീഹ എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയാണ്. പിന്നെ ഈ രാവിലെ 5:30 മണിക്ക് കാപ്പി തുടങ്ങി, ഇപ്പോൾ വെള്ളം വരെ എല്ലാ കാര്യം കൃത്യമായിട്ട് തരുന്നുണ്ട്. സന്തോഷം. അപ്പോൾ ഈ 14-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ രാജാവ് തൻ്റെ പ്രജകളോട്, തൻ്റെ ഭരണസമിതിയോട് കൂടെ ഇരിക്കുന്ന രംഗം. ഞാൻ ഈ ഭാഗം എപ്പോഴും വായിക്കുമ്പോൾ കമ്മിറ്റിയെ ഓർത്തു പോകും. അപ്പോൾ ഈ രാജാവും ഭരണസമിതിയും കൂടെ ഇങ്ങനെ ഇരിക്കുക. രാജാവും ഭരണസമിതിയും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് പെട്ടെന്നൊരു ആത്മകഥം പറയുക. യേശു എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ടുണ്ട്, യോഹന്നാൻ മാത്തോനോ ഉയർത്തെഴുന്നേറ്റതാണെന്ന് തോന്നുന്നു. അതാണ് പ്രമേയം. അപ്പോ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് മത്തായി ശ്ലീഹ എങ്ങനെയാണ് യോഹന്നാൻ കൊല്ലപ്പെട്ടതെന്ന് പറയാൻ പോവാം. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് ഈ രാജാവ് ഹേരോദ്യ എന്ന് പറയുന്ന സഹോദരന്റെ ഭാര്യയെ നിയമവിരുദ്ധമായിട്ട് വിവാഹം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിയമവിരുദ്ധമായിട്ട് വിവാഹം ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ ഹേരോദാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ 3 മക്കളായിരുന്നു. 3 പേരും 3 പ്രവിശ്യയായിട്ട് ഭരണം തുടങ്ങി. അതിൽ 2ാമത്തെ ആളുടെ ഭാര്യയെയാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത്. എന്ന് മാത്രമല്ല, ഒരു ബന്ധവും കൂടെ ഉണ്ട് ഈ ഹെരോദ്യയുമായിട്ട്. അതുകൊണ്ട് ഇസ്രായേലിലെ നിയമം അനുസരിച്ച് ഈ വിവാഹം ഒട്ടും സാധുവല്ല. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ധൈര്യപൂർവം രാജാവാണെന്ന് നോക്കിയില്ല, രാജാവിനോട് പറഞ്ഞു അങ്ങ് ചെയ്തത് തെറ്റാണ്. ഇത് കേട്ട രാജാവ് തനിക്ക് ലഭിച്ച ആ നിർദ്ദേശം തൻ്റെ ജീവിതത്തെ മാറ്റാനുള്ള ഒരു ആഹ്വാനമാണെന്ന് തിരിച്ചറിയാതെ അത് പറഞ്ഞവനെ എടുത്ത് ജയിലിലിട്ടു. എനിക്ക് തോന്നുന്നു നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു പാഠമാണ്, ആരെങ്കിലും ഒരാൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ അവനോട് നമുക്കുള്ള പ്രതികരണം എന്നായിരിക്കും. നമുക്കറിയാം, നമ്മുടെ അച്ഛൻ എല്ലാ കാര്യവും വെട്ടി തുറന്ന് പറയുന്ന ആളാണ്. ഒരു കാര്യം അച്ഛൻ തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ മേലാൽ 2 വർഷത്തേക്ക് ഞങ്ങളുടെ കുർബാന ഉള്ളിടത്തോളം കാലം അങ്ങോട്ട് ആ പുതിയതായിട്ടെടുത്ത ട്രസ്റ്റി അവൻ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല. പിന്നെ അങ്ങോട്ട് 2 വർഷം, ഒറ്റ വർഷം മുഴുവൻ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ രാജാവും ഹേരോദ്യയും കൂടെ തങ്ങളൊരു തെറ്റ് ചെയ്തു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച മനുഷ്യനെ ജയിലിലിട്ടു. അതുകൊണ്ട് രാജാവിന്റെ ദേഷ്യം തീർന്നു. പക്ഷേ ഹേരോദ്യയുടെ ദേഷ്യം തീർന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും യോഹന്നാനെ കൊല്ലണമെന്ന് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജാവിന്റെ ജന്മദിനം വന്നത്. മകളെ കൊണ്ട് മനോഹരമായൊരു നൃത്തം ചെയ്യിച്ചു. നൃത്തം ചെയ്യിച്ചു കഴിഞ്ഞപ്പോ രാജാവിനവളിൽ സന്തോഷം തോന്നി. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഈ നോമ്പ് കാലത്ത് ഒരു തീരുമാനം എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് വരുമ്പോൾ എന്ത് ചോയ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടെ ഹേരോദ്യ എന്ന് പറയുന്നവൾ തൻ്റെ കുഞ്ഞിലൂടെ ഏറ്റവും മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. എനിക്ക് യോഹന്നാന്റെ ശിരസ് താലത്തിൽ വേണം. രാജാവ് വാക്ക് പറഞ്ഞതായതുകൊണ്ട് രാജാവ് അവളുടെ ആ യോഹന്നാന്റെ ശിരസ് അവിടെ നമുക്കറിയാവുന്നതുപോലെ ശിരച്ഛേദം ചെയ്തു. അങ്ങനെ ശിരച്ഛേദം ചെയ്ത് അതിനോട് ചെയ്യാവുന്ന എല്ലാ ശോഭകളും ചെയ്തു.
ചെയ്തു കഴിഞ്ഞിട്ട് അവൻ്റെ ഉടൽ അവൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. രാജാവിന് വലിയ സങ്കടമായിരുന്നു, പക്ഷെ വാക്ക് പറഞ്ഞുകൊണ്ട് ചെയ്തു പോയത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ശിഷ്യന്മാർ വന്ന് ഈ ഉടല് മേടിച്ചു. അവരത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അത് കുഴിച്ചിട്ടത് എവിടെയാണെന്നുള്ളത് ചരിത്രാന്വേഷകർ പറയുന്നത്, നിങ്ങൾ ചിലരെങ്കിലും സിറിയയിൽ പോയിട്ടുണ്ടാവാം. സിറിയയിൽ ഒമയ്യാദ് മോസ്ക് എന്ന് പറഞ്ഞൊരു മോസ്കുണ്ട്, ഏതാണ്ട് 250 ഏക്കർ വിസ്തൃതിയുള്ളത്. അതിൻ്റെ ഏതാണ്ട് നടുഭാഗത്തായിട്ട് തന്നെ യോഹന്നാൻ മാർത്താനയുടെ ഉടൽ അടക്കം ചെയ്തിട്ടുള്ള കല്ലറക്കുണ്ട്. നമ്മൾ പലരും ഞാനും പോയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്തിട്ട് ആ ശിഷ്യന്മാർ ചെയ്തൊരു കാര്യം ഒന്ന് വായിക്കാമോ? 11-12 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 14, 11, 12. എൻ്റെ മുമ്പിൽ 4 മിനിറ്റ്. അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അവര് ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു, അവരത് കുഴിച്ചിട്ടു, എന്നിട്ട് വന്ന് യേശുവിനെ അറിയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യോഹന്നാന്റെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന, കോപമുളവാക്കുന്ന കാര്യമാണ് തങ്ങളുടെ ഗുരുവിനെ കൊല്ലുക എന്നുള്ളത്. അങ്ങനെ തങ്ങളുടെ ഗുരുവിനെ കൊന്ന് ആ ഗുരുവിന്റെ ശരീരവുമായിട്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വികാരം എങ്ങനെയായിരിക്കും? നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കാണുന്ന ആളുകളാണ്. എങ്ങനെയാണ് വികാര വിക്ഷോഭത്തോടെ അവർ കാര്യങ്ങൾ ചെയ്യുക? ഒരു വിപ്ലവം ഉണ്ടാകാം, അവിടെ ഒരു വലിയ യുദ്ധമുണ്ടാകാം. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യം നിൽക്കുമ്പോൾ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അവർ തിരിച്ചറിഞ്ഞു ഇതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അവർ ചെയ്തത്, they tell it to Jesus. നിന്റെ ജീവിതത്തിൽ തകർക്കാവുന്ന വിധത്തിൽ, കോപത്തിന്റെ അങ്ങേയറ്റം, ക്രോധത്തിന്റെ തലമാകുന്ന നിലയിൽ ഒരുപക്ഷെ നിനക്കെതിരെ അപവാദം പറഞ്ഞതാകാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച അനുഭവമാകാം. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്തവണ്ണം പ്രതിസന്ധി സൃഷ്ടിച്ച ആളാകാം. കള്ളക്കേസിൽ നിന്നെ ആക്കിയവനാകാം. അതിൽ നിന്നൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം, നീ ദൈവത്തോട് നിന്റെ പ്രയാസം പറയുക. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു. സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാറിൽ ദിനം ദിനമാ സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതിയൻ മനമേ, സ്തുതികളിലുന്നതനെ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ. ഒരു ദിവസം രാത്രി അങ്ങോട്ട് കിടക്കാൻ പോകുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾക്കിട്ട് ദ്രോഹം ചെയ്ത് എത്രയോ പേരുടെ മുഖമാ വരുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ ഭാരം മുഴുവൻ പേർന്നത് നമ്മുടെ തലയണയാണ്. അതിനെ ചുരുട്ടിയിടിക്കും, ഇരയിടിക്കും, എന്തോരം കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെയുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. പക്ഷേ അവിടെ അപ്പോസ്തലന്മാർ സാന്ത്വന അനുഭവിച്ചതുപോലെ നിന്റെ പ്രശ്നത്തെ ദൈവത്തോട് പറയുക. അവിടെ നിനക്കൊരു പ്രതിവിധിയുണ്ട്. ഒരു വശം
രണ്ടാമത്തെ വശം, ഇത് നമുക്ക് തീർച്ചയായിട്ടും കോപമുളവാക്കും അല്ലേ? അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമായൊരു പാഠവും വേണമല്ലോ. വചനം അങ്ങനെയാണ് കേട്ടോ. ജീവിതത്തിൽ പ്രായോഗികമായിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഇത്രയും മനോഹരമായ പുസ്തകം വേറെയില്ല. അപ്പം ഞാനിത് പോകുന്ന പലയിടങ്ങളിലും പറയാറുണ്ട്. ഒരുപാട് പേർക്ക് അത് അനുഗ്രഹമാകാറുണ്ട്. നമ്മൾ ഓഫീസിലായാലും ദേവാലയത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ കോപം എന്ന് പറയുന്നത് നമ്മളൊരു വിഷയമാണ്. Very correct. Yes. Tomorrow we shall do that in the school, right? അപ്പോൾ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ഭയങ്കര ദേഷ്യക്കാരൻ. അപ്പൊ ഈ ദേഷ്യക്കാരനായ മനുഷ്യൻ, ഇവന് ചെറുപ്രായം മുതലേ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് പോലെ, എന്തു പറഞ്ഞാലും ദേഷ്യം. വീട്ടിലാണെങ്കിലുള്ള പാത്രമൊക്കെ എടുത്തെറിയും, കൊച്ചു പ്രായം മുതൽ. അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു പ്രായമാവുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ പതിയെ ആ ശാന്തമാകാനുള്ള കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ അവനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോ അവന് ജോലിയായി, പഠിത്തമൊക്കെ കഴിഞ്ഞു. ജോലിയായിട്ട് അവന് എന്നിട്ടും നല്ല കോപത്തിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് ഒരു ദിവസം അവന് മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് കൊണ്ടുപോയി മനഃശാസ്ത്രജ്ഞൻ അവന്റെ സൂത്രം പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇപ്പോൾ അവന്റെ കോപമൊക്കെ കുറഞ്ഞിരിക്കും. ഒരു ദിവസം അവനും 3 സുഹൃത്തുക്കളും കൂടെ ട്രെയിനിൽ കയറി. അപ്പൊ ട്രെയിനിൽ കയറി എല്ലാ ദിവസവും പോകുന്ന യാത്രയാണ്. കാരണം ട്രെയിനിൽ കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങി അവിടെയാണ് അവരുടെ ജോലി സ്ഥലം. 4 പേരോട് പോവാം. അങ്ങനെ 4 പേരോട് പോകുമ്പോൾ ഇവന് അന്ന് കയറിയപ്പോൾ കിട്ടിയത് ഈ ട്രെയിനിന്റെ ജനലിനടുത്തുള്ള സീറ്റാണ്. അതിങ്ങനെ കണ്ടിരിക്കുമ്പോഴാണ് ട്രെയിൻ വിടുന്നതിന് തൊട്ട് മുമ്പ് അപ്പനും അമ്മയും ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മിടുക്കര് പിള്ളേർ പോലെ ഒരു കുഞ്ഞൂടെ കയറി വന്നു. സിസ്റ്റേഴ്സ്, നമുക്ക് വിളിക്കാം. അപ്പോ ഈ 4 പേരുടെ ട്രെയിനിൽ കയറി ഇരിക്കുമ്പോഴാണ് ഈ അപ്പനും അമ്മയും മിടുക്കൻ 5 വയസ്സുകാരൻ പയ്യനോട് വന്നു കഴിഞ്ഞപ്പോൾ, നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് ഈ ട്രെയിനാണെങ്കിലും പ്ലെയിനാണെങ്കിലും കാറാണെങ്കിലും ഈ ജനലിന്റെ സീറ്റിന്റെ അടുത്തിരിക്കുക, വിൻഡോയുടെ അടുത്തിരിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലേ? അപ്പൊ അങ്ങനെ ഈ പയ്യൻ വന്നപ്പോൾ പക്ഷേ നമ്മുടെ ഈ ചേട്ടനും ബാക്കി 3 പേര് അപ്പുറത്തും ഇരിക്കുന്നു, ഇവന്റെ അപ്പനും അമ്മ ഇപ്പുറത്ത് വന്നിരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ട്രെയിൻ യാത്ര തുടങ്ങി കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ ആദ്യം അപ്പന്റെ മടിയിലിരുന്നു, പിന്നെ അമ്മയുടെ മടിയിലിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ മടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തിരുന്ന ചേട്ടന് താടിയുണ്ട്, ഈ താടിയെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഈ താടിയെ നമ്മുടെ ബോളിനൊക്കെ നല്ല മനോഹരമായ താടി, ആ താടിയെ പിടിച്ചു. ഇങ്ങനെ കുറച്ചു നേരം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൗതുകം തോന്നി. ആ പയ്യൻ, ഈ നമ്മുടെ കഥാനായകൻ, ആ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു. കുറച്ചു നേരം അവൻ പുറത്തൂടെ ഒക്കെ നോക്കി നിന്നിട്ട് ശകലം കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ പോക്കറ്റിലെ മൊബൈൽ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ പയ്യൻ പറഞ്ഞു പെട്ടെന്നിങ്ങനെ നടന്നു. അതിന് തൊട്ടിപ്പുറത്തിരുന്നൊരു പേനയുണ്ട്. ഇവന് ഈ പേന കയ്യിലെടുത്തു. ഈ പേന കയ്യിലെടുത്തപ്പം ഈ ആള് പറഞ്ഞു ബാല അരുത്. അവൻ ആ പേന എടുത്തിട്ട് അതിൻ്റെ ക്യാപ്പെടുത്ത് പുറത്തോട്ടിട്ടു. ഓടുന്ന ട്രെയിനിന്റെ നല്ല വില കൂടിയ പേനയായിരുന്നു. ക്യാപ്പെടുത്ത് പുറത്തോട്ട്. അപ്പോഴും ഈ മനുഷ്യൻ പറഞ്ഞു ബാല അരുത്. ആ പയ്യൻ അതിൻ്റെ മുകളിലത്തെ ഭാഗം എടുത്ത് ഊരി അത് പുറത്തോട്ട്. അന്നേരവും പറഞ്ഞു ബാല. അന്നേരം അവൻ ആ റീഫില്ലർ എടുത്ത് അതും പുറത്തോട്ടിട്ടു. അന്നേരവും പറഞ്ഞു ബാല അരുത്. പിന്നെ അവൻ ആ മിച്ചമുള്ളതും പുറത്തോട്ടിട്ടു. അന്നേരവും പറഞ്ഞു ബാല അരുത്. ഇത്രയും കേട്ടപ്പം കൂട്ടുകാരായി അപ്പുറത്തെ സീറ്റിലിരുന്ന് അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. കാരണം ഇവൻ ഈ ബാല അരുത് എന്ന് പറയുന്നതുകൊണ്ട് ആ ചെറുക്കനാണ് ഇതെല്ലാം താഴോട്ട് ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുക? അപ്പൊ അവനെ ചോദിച്ചു, നീ എന്തിനാ പിന്നെ ഈ ബാല അരുതെന്ന് പറയുന്ന? ഉടനെ അവൻ പറഞ്ഞ മറുപടിയാണ്, ബാലൻ എന്നുള്ളത് എൻ്റെ പേരാണ്. ബാലൻ എന്നുള്ളത് എൻ്റെ പേരാണ്. ഞാൻ അവരെ വിളിച്ചല്ല. ഞാൻ വലിയ കോപിഷ്ഠനായ ആളായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ എറിയും, വീട്ടിലിരുന്ന ബുക്കുകളൊക്കെ എടുത്തെറിയും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് മനഃശാസ്ത്രജ്ഞനായ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നിനക്ക് എപ്പോ കോപം തോന്നുന്നോ അപ്പോ നീ നിന്നെ വിളിക്കാൻ ഇഷ്ടമുള്ള പേര് വിളിച്ചിട്ട് പറയണം, അരുത്. ഇപ്പം ഫെബിനച്ചനാ കോപം വരുന്നെങ്കിൽ ഫെബിനെ അരുത്.
ഇല്ലേ? നമ്മൾ കോപം വരുമ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയും. കോപം വരുമ്പോൾ ഒന്ന് 100 പുറകോട്ടുണ്ട്, 99, 98, 97. പിന്നെ പറയും, നമ്മളോട് പറയും ആ സാഹചര്യത്തിൽ നിന്ന് മാറുക. പിന്നെ പറയും ഓടിച്ചെന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കുക. കോപത്തിൽ നിന്ന് മാറാൻ ഒരുപാട് മാർഗങ്ങൾ. പക്ഷെ ഞാൻ പറഞ്ഞത് നമുക്കറിയാം, വേദപുസ്തകം പറയുന്നുണ്ട് കോപം എന്ന് പറഞ്ഞാൽ അയ്യോ 8-9 കഞ്ഞി ചോറ് താമസം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് താഴ്മയുടെ വിളനിലമായ അമ്മയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ദൈവസ്നേഹത്തിന്റെ മാധുര്യമായ പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാളിന്റെ 1ാമത്തെ ദിവസത്തിൽ ഒരു തീരുമാനം നമുക്കെടുക്കാം. കോപം കൊണ്ട് ഇനി ആരെയും മുറിവേൽപ്പിക്കുകയില്ല എന്നൊരു തീരുമാനം. വന്നു പോകാം, അവിടെ ക്ഷമ പറയാം. ഇനി അതിലൊരു വലിയ ടെക്നിക്കാണ്, വലിയ കാര്യം വരുമ്പോൾ പറയുക, അവരവൻ്റെ പേര് വിളിച്ചിട്ട് അരുത്. ഏതായാലും ഞാനിതെല്ലാം പള്ളിയിൽ ചെല്ലുമ്പോൾ ആദ്യമേ എന്ന് പറയും. കമ്മിറ്റിയിലെല്ലാം കമ്മിറ്റിക്കാരും പെറുപെറുക്കുന്നത് കേൾക്കാറുണ്ട്. ഇതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പ്രിയപ്പെട്ടവരെ, ഏതായാലും നമുക്ക് 1ാമത്തെ ധ്യാനം ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മുടെ ജീവിതം സമാധാനത്തിൻ്റെ അനുഗ്രഹമുള്ളതായി അമ്മയെ ആശ്വസിപ്പിക്കുന്നവരെ ചേർത്തു പിടിക്കുന്ന ദൈവസ്നേഹം നമുക്ക് ബലം നൽകട്ടെ. സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാനലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവനെന്നെ ചുംബിച്ചു, അവനെന്നെ താങ്ങിതൻ ഭുജബലത്താ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവിൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. ആമേൻ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുവിൻ യേശുവിൻ നാമം എനിക്കെത്രയാനന്ദം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥന. അവരവരായിരിക്കുന്ന ഇടത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമായ ഈ പരിശുദ്ധ 8 നോമ്പിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ലോകമിന്ന് വരെ കണ്ടിട്ടില്ലാത്ത മനോഹരമായ ഒരു ഹൃദയവേദന എടുത്തു മാറ്റിയ അനുഗ്രഹത്തിൻ്റെ പെരുന്നാളിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമായ മേഖലകളെ ദൈവസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കാം. രോഗസൗഖ്യം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ജോലിഭാരം മാറാനും വിവാഹം നടക്കാനും വിസയുടെ പ്രതിസന്ധികളൊക്കെ മാറാനും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുണ്ട്. ഭാവിയെക്കുറിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പദ്ധതി അവരിലേക്ക് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലേക്ക് മടങ്ങി വരാൻ തക്കവണ്ണം പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. ദൈവം ഒന്നിച്ചു ചേർത്ത ജീവിതത്തെ മുറിക്കാൻ തക്കവണ്ണം തീരുമാനമെടുത്ത ആ തീരുമാനം മാറ്റിക്കിട്ടാൻ അവരിലേക്ക് ദൈവകൃപ നിറയാൻ തക്കവണ്ണം സമാധാനത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഇന്റർവ്യൂ പങ്കെടുക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നവരുണ്ട്. അതോട് ചേർന്ന് വെളിപ്പെടുത്താൻ പറ്റുന്നതും വെളിപ്പെടുത്താൻ പറ്റാത്തതുമായ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ ഹൃദയം തുറക്കുന്ന ദിവസമാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ഹൃദയത്തിൽ ചിന്തിക്കും, ഞാനെന്ന് പറയുന്ന ഒരാളുടെ പ്രാർത്ഥന 100-300 പേർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കൂട്ടായ്മയുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ് വിലയുള്ളത്? ഈ പ്രാർത്ഥനയുടെ വില 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യേ
ഞാനുണ്ടെന്ന് അരുളി ചെയ്ത ഈ ലോകത്ത് ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിന്റെ വലിയ കരത്തിന് മുമ്പിലുള്ള സമർപ്പണമാണെന്നുള്ള വലിയ ഓർമ്മയിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കാം. ലോകം മുഴുവൻ ഒരു യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ പ്രതിസന്ധിയുടെയും പ്രതികൂലതകളുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ ഭരണാധികാരികളുടെ ഒക്കെ നിലപാടുകൾ എപ്പോഴും വൈരുദ്ധ്യമായി മാറി ലോകമാകെ ഒരു സ്ഫോടനാത്മകമായ അനുഭവത്തിൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ ഒരു യുദ്ധം നടന്നാൽ അത് നമുക്കെന്ത് ദോഷമുണ്ടാക്കുമെന്നുള്ള ചിന്ത ഇന്ന് നമുക്കാർക്കുമില്ല. ഓരോ നിമിഷവും ലോകത്തിന്റെ ഏത് കോണിലും നടക്കുന്ന ചലനങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വമാണ് ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമാധാനം ആരംഭിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലോ, ആ സമാധാനത്തിന്റെ നന്മയുണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിലോ. ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ഭവനങ്ങളിലേക്ക് വളരട്ടെ, അത് നമ്മൾ ഇടപെടുന്ന മേഖലകളിലേക്ക് വളരട്ടെ, അത് ലോകമെമ്പാടും പരക്കുന്ന ഒരു ദൈവിക ശക്തിയായിട്ട് വ്യാപരിക്കാൻ ഇടവരട്ടെ. ദൈവസ്നേഹത്തിന്റെ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ നാം വരമേൽപ്പിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നതും എങ്ങനെയാണോ പുത്രന്റെ മേൽ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന സ്വർഗത്തിലെ ശബ്ദം ഇറങ്ങി വന്നത്, ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമായിട്ട് യുഗയാക്കീമിൽ അന്നയിലേക്ക് ഇറങ്ങി വന്ന ദൈവീക ശക്തി ഇറങ്ങി വന്ന് ആവസിക്കട്ടെ. പ്രാർത്ഥനാ വിഷയത്തെ സ്വർഗം തൊട്ടതുപോലെ ഈ പെരുന്നാളിന്റെ ഒടുവിൽ എന്റെ ദൈവത്തിന് നന്ദി പറയാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു. വിവിധ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നാളെ സ്കൂളിലേക്ക് മടങ്ങുന്ന നമ്മുടെ ദൈവമക്കളായ കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ, മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിന്റെ ആത്മാവാൽ നിറയ്ക്കണേ. ലോകം ഒരുപാട് വഴികളിലൂടെ തകർന്നു പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ ചിറകിൽ ചേർത്ത് പിടിക്കണേ. കുടുംബങ്ങളെ അവിടുത്തെ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ചേർത്ത് പിടിക്കണേ. ദൈവമേ, ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നിന്റെ പരിശുദ്ധാത്മാവിലേക്ക് ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിനെ ചേർത്ത് വെക്കുവാനിടവരണം. നമ്മുടെ ഈ പ്രാർത്ഥനാ വിഷയങ്ങളെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടുത്തി പ്രാർത്ഥിക്കാം. ശുദ്ധത തിങ്ങും കന്യകയേ, മർത്തമറിയം മാതാവേ, രോഗികൾ തന്റെ ഔഷധവും നീ, പാപികൾ